തിരുവനന്തപുരം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയാവുക CP ജോൺ. ചാത്തന്നൂർ സീറ്റ് ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി G ദേവരാജനും നൽകിയിരിക്കുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, UDFിലെ ഘടകകക്ഷികൾ അങ്ങനെ തീരുമാനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് CP ജോൺ. ആരൊക്കെയാണ് ഇനി അടുത്ത സ്ഥാനാർത്ഥികളെന്ന് നമ്മൾ കാത്തിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും പ്രതീക്ഷയോടെയാണോ തീരുമാനം? UDFിൽ ധാരണയായിരിക്കുന്നു. ചാത്തന്നൂർ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരുന്നുവെങ്കിലും ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് വിട്ടു നൽകാനുള്ള തീരുമാനമുണ്ടാവുകയാണ്. G ദേവരാജൻ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ജനറൽ സെക്രട്ടറി അവിടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. UDF സ്ഥാനാർത്ഥിയായി അവിടെ ദേവരാജൻ എത്തുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമുണ്ടാകുന്നത് തിരുവനന്തപുരം സെൻട്രൽ സീറ്റിലാണ്. ഒരു പ്രാഥമിക ധാരണയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി തിരുവനന്തപുരം സെൻട്രലിൽ ഒന്നെങ്കിൽ KS ശബരിനാഥൻ അല്ലെങ്കിൽ VS ശിവകുമാർ, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മത്സരിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് തന്നെ ഈ വിഷയത്തിലൊരു ധാരണയായിരുന്നു. CP ജോണിന് ആ സീറ്റ് നൽകണം എന്നുള്ളൊരു പൊതുവികാരം UDFിലുണ്ടായി. CP ജോൺ UDFിന് വേണ്ടി കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. കൃത്യമായ പരിഗണന കിട്ടാത്ത ഒരു നേതാവാണ് എന്നുള്ളതാണ് UDFിൻ്റെ ഒരു പൊതുവിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ CP ജോണിനെ നിയമസഭയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യവുമായാണ് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് നൽകാനുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. VS ശിവകുമാറും ശബരിനാഥനും ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു സീറ്റ് മത്സരിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു സീറ്റിൽ അവരെ പരിഗണിക്കാം എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട്. അരുവിക്കരയിൽ 2 പേരും ആ സീറ്റിനായുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KS ശബരിനാഥൻ അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള തരത്തിൽ ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. VS ശിവകുമാറും ശക്തമായി തന്നെ അരുവിക്കര മണ്ഡലത്തിനായി നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം ഒരു മാറ്റമുണ്ടാവുകയാണ്. അവിടെ കോൺഗ്രസ് ആ സീറ്റ് CP ജോണിന് വിട്ടു നൽകുന്നു. CP ജോൺ UDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടാകും. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ വിജയിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ് UDF പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളെ ഒപ്പം കൂട്ടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. ആന്റണി രാജുവിനെതിരായ പ്രശ്നങ്ങളടക്കം ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ആന്റണി രാജുവിനെതിരെ കേസ് നിൽക്കുന്നു. ആന്റണി രാജു മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോടതിയിൽ നിന്നൊരു അനുകൂലമായ തീരുമാനമുണ്ടായാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യത ആന്റണി രാജുവിന് മുന്നിലുണ്ടാകൂ. പക്ഷേ അതിനുള്ള സാധ്യത വിരളമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെ ആന്റണി രാജു ആണെങ്കിൽ തന്നെ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ വിജയിച്ചു വരാൻ പറ്റുന്ന ഒരു സാമുദായിക സമവാക്യം അനുകൂലമാക്കിയെടുക്കാൻ CP ജോണിന് കഴിയും എന്നുള്ളത് പ്രതീക്ഷിച്ചാണ് UDF തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം വിട്ടുകൊടുക്കാൻ തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. CP ജോൺ എന്തായാലും സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. അധികം വൈകാതെ പ്രചരണ രംഗത്തും CP ജോണും അതോടൊപ്പം തന്നെ ദേവരാജനും സജീവമായി എത്തും. ബാക്കിയുള്ള ഇനിയിപ്പോൾ പ്രഖ്യാപനങ്ങൾക്കെങ്കിലും സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്തേക്ക് സജീവമായി ഇറങ്ങാൻ കഴിയുന്നുണ്ട്. UDFിന്റെ തീരുമാനം, മറ്റ് കോൺഗ്രസിന്റെ തീരുമാനം. ഇപ്പോൾ സതീഷിനടക്കമുള്ള ആളുകളൊക്കെ ഡൽഹിയിൽ ചർച്ചയിലാണ്. ഒരു അരമണിക്കൂറായി അവർ ചർച്ച ആരംഭിച്ചിട്ട്. വൈകാതെ ഇന്ന് ഒരു അത്യാവശ്യം ഒരു 70 പേരുടെയെങ്കിലും പട്ടിക അല്ലെങ്കിൽ പേര് വിവരങ്ങളൊക്കെ പുറത്തു വരുമെന്നാണ് കരുതുന്നത്. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.